വളരെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് ഹണി റോസ് എന്നൊക്കെ പറഞ്ഞ് പല പത്രങ്ങളിലും പല വാരികളിലൊക്കെ ആൾക്കാർ എഴുതുന്നുണ്ടല്ലോ. ഇതൊക്കെ ശരി തന്നെയാണോ ഹണി റോസ്? ഓഫ് കോഴ്സ് യു ആർ ബ്യൂട്ടിഫുൾ ആൻഡ് ബോൾഡ് ആയിരിക്കണല്ലേ ഇല്ലേ? അപ്പോൾ നമുക്ക് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹണി റോസിനെ നമുക്ക് ഒരാളിങ്ങനെ വന്ന് തുടങ്ങാൻ വേണ്ടി കാത്തിക്കും. നമുക്ക് നോക്കാനാണ്. പൃഥ്വിരാജിനെ നായകനാക്കി മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്നുള്ള ചിത്രം തൊടുപുഴ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഹണി റോസും അച്ഛനും അമ്മയും കൂടി എന്നെ ഷൂട്ടിംഗ് സൈറ്റിൽ കാണാൻ വന്നത്. എനിക്ക് തോന്നുന്നു അന്ന് ഹണി 7-ലോ 8-ലോ പഠിക്കുകയാണ്. ഞാനെന്ന് പറഞ്ഞു ഒരു +2 ഒക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അന്നേരം ആലോചിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. പിന്നെ ബോയ് ഫ്രണ്ട് എന്നുള്ള ചിത്രത്തിൻ്റെ ഒരു ഡിസ്കഷൻ നടക്കുന്നു. ഹണിയും അച്ഛനും അമ്മയും കൂടി വീട്ടിൽ വന്നു. അപ്പോൾ 10-ലാണേലും ആൾ നല്ല സൈസൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ബോയ് ഫ്രണ്ട് എന്നുള്ള ചിത്രത്തിൽ 2 നായികമാരിൽ ഒരാളായിട്ട് ഹണി വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിൽ അഭിനയിക്കാൻ വന്നപ്പോഴാണ് വലിയൊരു ഡിഫറൻസ്, അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കൊള്ളാം, സ്ക്രീൻ പ്രസൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഭയങ്കര ഡിഫറൻസ് ഹണിയിൽ നിന്നും ഭയങ്കര ഡെവലപ്മെൻറ്റ് കാണാനിടയായി. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 10-ലേറെ വർഷം സിനിമയെപ്പറ്റി അഭിനയത്തെപ്പറ്റിയൊക്കെ കണ്ടു പഠിച്ച ഹണിക്ക് ഈ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഹണിക്കുണ്ടായ ഈ ഒരു ഉയർച്ച തന്നെയാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യാസം. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഹണി അപ്പോൾ 7-ാം ക്ലാസ്സിൽ തന്നെ സിനിമ നടിയാവാൻ വേണ്ടിയിട്ട് കൊതിച്ചു. സിനിമയായിരുന്നു ജീവിതത്തിൻ്റെ ഭാഗം. അങ്ങനെയല്ല. എവിടെ ഈ കമ്പം തുടങ്ങിയത് സിനിമയോടുള്ള? എനിക്ക് തോന്നുന്നു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നമ്മളെ പറഞ്ഞൊന്ന് മോഹിപ്പിക്കും. കാരണം കുഴപ്പമില്ലല്ലോ കാണാനൊക്കെ, അപ്പൊ സിനിമയിലൊക്കെ വരാമല്ലോ എന്നൊക്കെ ഇങ്ങനെ. നമ്മൾ നാട്ടിൻപുറമാണ്, ഭയങ്കര നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മളൊക്കെ സിനിമയിൽ എത്തും എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു മോഹം എവിടെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കണം വിനയൻ സാറിന്റെ പടം തൊടുപുഴ മൂലമറ്റം അടുത്ത് ഷൂട്ട് വന്നു. മീരയുടെ ദുഃഖം വാസന്തി ലക്ഷ്മിയോടെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ മീരയുടെ ദുഃഖം മുത്തുവിന്റെ സ്വപ്നം എന്ന് പറഞ്ഞ ഫിലിം. അപ്പം അദ്ദേഹത്തെ പോയി ഞാൻ ജസ്റ്റ് ഒന്ന് കാണാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പോയി കണ്ടു. ഡാഡിയും വന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഞാനും അച്ഛനും പോയി കണ്ടു. അപ്പം അന്നേരം അദ്ദേഹം പറഞ്ഞു, അന്ന് ഞാൻ 7th-ലാണ് പഠിക്കുന്നത്, ഒരു +2 ഒക്കെ ആവട്ടെ, കുട്ടിയല്ലേ, ഇപ്പോഴും എങ്ങനെയാ നായികയാവുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നായികയാകണമെന്നായിരുന്നു ഹണിയുടെ ആഗ്രഹം. നായികയാവണമെന്നായിരുന്നു. അതെ കുറവൊന്നുമില്ല. അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു പ്രതീക്ഷ ഉള്ളിൽ തോന്നി. ഓക്കെ, അത്രയെങ്കിലും വേണ്ട, ഇത് എല്ലാം പഠിച്ചാൽ മതി എന്നൊന്നുമല്ലല്ലോ അദ്ദേഹം പറഞ്ഞു വിട്ടത്. അപ്പം വെയിറ്റ് ചെയ്തു. ഞാനൊരു 10th-ലേക്ക് കയറുന്ന സമയത്ത് വീണ്ടും അച്ഛനെ ചാക്കിട്ട് പിടിച്ചിട്ട് ഫോട്ടോസൊക്കെ ഒന്നും കൊണ്ട് കാണിക്കുമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് വീണ്ടും അച്ഛനാണ് ഒരു പാവ അച്ഛൻ. അദ്ദേഹം ഒരുപാട് ക്രൂരതയ്ക്ക് വിധേയമായി.